യെസ്, വെൽക്കം ബാക്ക്. കലോത്സവ നഗരിയിലേക്ക് വീണ്ടും സ്വാഗതം. ആരാണ് ഉള്ളത് നമ്മുടെ കൂടെ? കൊയിലാണ്ടി എന്നൊരു പുയ്യാപ്ലേ സംഘം അല്ലേ? കൊയിലാണ്ടിന്നല്ല പുയ്യാപ്ലയും സംഘവും നമ്മുടെ ഒപ്പം ഉണ്ട്. വട്ടപ്പാട്ട് ടീമാണ്. ഇതിന്റെ ഏറ്റവും കഷ്ടം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, പാവങ്ങൾ ഉറങ്ങിയിട്ടില്ല. അതെ, നേരത്തെ ഇന്നലെ മിഥുൻ സൂചിപ്പിച്ചു. അതായത് വൈകിട്ട് 3 മണിക്ക് തുടങ്ങേണ്ട വട്ടപ്പാട്ട് മത്സരം ആരംഭിച്ചത് രാത്രി 9 മണിക്കാണ്. ഇത് കഴിഞ്ഞത് പുലർച്ചെ 3 മണിക്ക്. അവിടെ നിന്ന് നേരെ എത്തിയതാണ്. ഞാനിങ്ങനെ കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് എന്തിനല്ലേ പാവങ്ങളെ നിർത്തി ക്ഷീണിപ്പിക്കേണ്ട കൂടുതല്. അതെ, എന്റെ ടീം ലീഡർ ആരാന്ന് ഇയാളല്ലേ? ഓക്കെ, ടീം ലീഡർ എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? പക്ഷേ മാച്ച് എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എല്ലാരും നല്ലോണം കളിച്ചു. ആണോ? വളരെ പെട്ടെന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം. പേരെന്താ? ഹാദി. സ്കൂളെന്നും പറഞ്ഞേ? ICS സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടി. ICS സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടി. പേര്? അമൽ. ഷെസാൻ. ലിസാൻ. ജംബോ. അദ്നാൻ. ഈ പുയ്യാപ്ലക്ക് നാണൊക്കെ ഉണ്ടാവോ ഈ വട്ടപ്പാട്ടിന്റെ ഇടയില്? നാളാണ് മെയിൻ. ആണോ? നാണാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ. ഒരു ഉൾപ്പില്ലാണ്ട് ചിരിക്കുക, അതാണ് മെയിൻ വട്ടപ്പാട്ട് പറഞ്ഞാൽ. അതാണോ? ഫുൾ ചിരിച്ചോണ്ടിരിക്കണോ? ഈ പുയ്യാപ്പിള മാത്രമേ ബാക്കി എല്ലാരും ഉണ്ടോ? എല്ലാരും ചിരിക്കണോ? അപ്പൊ ചിരിക്കുന്നതിനാണെങ്കിൽ പാട്ട് പാടാ? ചിരിക്കുമ്പോ അതാണ് വട്ടപ്പാട്ട്. വട്ടപ്പാട്ട് പറയോ? ചിരിച്ച് പാട്ട് പാടുക, എന്നിട്ട് കളിക്കുക, ആസ്വദിച്ച്. ഒരു കലാണ്. റിയാക്ഷൻ കൊള്ളാം. റോഷൻ. ലഹൽ. നിഹാലാണ് സെക്കൻഡ് ലീഡർ അല്ലേ? എന്ന് പറയാൻ പറഞ്ഞു ബാക്കിയെല്ലാരും. സഹൽ. അപ്പോ ഈ വട്ടപ്പാട്ട് സംഘത്തിന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോ ക്ഷീണുണ്ടെന്ന് അറിയാം. ഉറക്കം വരുന്നുണ്ടോ പുയ്യാപ്പിളക്ക്? ഇല്ല. ഇന്ന് ഉറക്കമില്ല. എങ്ങനെ ഉറങ്ങും? എ ഗ്രേഡ് അടിച്ചിട്ടല്ലേ വന്നിരിക്കണേ, പിന്നെ എങ്ങനെ ഉറങ്ങും അല്ലേ? സന്തോഷായില്ലേ? അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യില്ലേ? തുടങ്ങാം. ഓക്കെ. ആമോദം പൂത്തലയുന്നിതാ ശരഫുറ്റൊരു കല്യാണം, ആഘോഷപ്പൊലിമയിലോഷകൾ പൊങ്കുന്നൊരു കല്യാണം. ആമോദം പൂത്തലയുന്നിതാ ശരഫുറ്റൊരു കല്യാണം, പൊങ്കുന്നൊരു കല്യാണം. കല്യാണത്തലമാ അതിൽ വള്ളി ദർബരവാ, ഹേ ചേർന്ന് പാടി ബാരക്കല്ല ചിതമതിലത് പുതുമാ. പൊങ്കുന്നൊരു കല്യാണം, ആമോദം പൂത്തലയുന്നിതാ ചെറുപുറ്റൊരു കല്യാണം, പൊങ്കുന്നൊരു കല്യാണം. നിധിമതിമാൻ ജഗമിലെങ്കുമാനന്ദമോ, പദവികളിൽ നബി ശ്രേഷ്ഠരാം ചിന്തമോ. നിധിമതിമാൻ ജഗമിലെങ്കുമാനന്ദമോ, പദവികളിൽ നബി ശ്രേഷ്ഠരാം ചിന്തമോ. ചിത്തിര പന്തലുയർന്ന് മണിമുത്തലങ്കൃതമിന്ന്, ചുറ്റുകസാര നിരന്ന് കതിർക്കും സിരാജുകൾ വന്ന്, ചിന്തിടാനതി സുന്ദിരാമതിരാകയും ജനം. മതിലാകയും ജനം. നിധിമതിമാൻ ജഗമിലെങ്കുമാനന്ദമോ, പദവികളിൽ നബി ശ്രേഷ്ഠരാം ചിന്തമോ. നിധിമതിമാൻ ജഗമിലെങ്കുമാനന്ദമോ, പദവികളിൽ നബി ശ്രേഷ്ഠരാം ചിന്തമോ. പൊളി. ഇങ്ങ് വന്നേ. എനിക്ക് ഇവന്റെ ഒരു ക്ലോസ് വേണം. ഇവിടെ നീ നിന്നോ, പുയ്യാപ്പിള എടുത്ത് നിന്നു. ഇവന്റെ ചിരി ഒരു രക്ഷയില്ലാത്ത ചിരിയായിരുന്നു. ഇവൻ പറഞ്ഞ വട്ടപ്പാടത്തോടെ ചിരിച്ചോണ്ടേ ഇരിക്കുക. ആദ്യത്തെ ഒരു 2 വരി ഒന്ന് പാടാമോ? ഇവന്റെ മാത്രം എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ടാണ്. ഒന്ന് മൈക്ക് കൊടുക്കുക. ആമോദം പൂത്തലയുന്നിതാ ശരഫുറ്റൊരു കല്യാണം, ആഘോഷപ്പൊലിമയിലോഷകൾ പൊങ്കുന്നൊരു കല്യാണം. മതി. ഇനി ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ വട്ടപ്പാട്ട് സംഘത്തെ നമ്മൾ ആദ്യം തൊട്ടിങ്ങനെ ആകാംക്ഷയുടെ കാത്തു നിൽക്കായിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കൂടെ ഒരു വട്ടപ്പാട്ടുകാരനുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ മിഥുൻ, MG മിഥുൻ ഒന്ന് എന്താ പറഞ്ഞ കഥ? എന്താ പറഞ്ഞ? ട്രിവാൻഡ്രത്ത് വട്ടപ്പാട്ട് ടീം ഇറക്കി സ്റ്റേറ്റ് കളിച്ചെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങളുടെ സംശയം അത് തന്നെയാണ്. മിഥുനൊന്ന് വന്നേ, മിഥുനൊന്ന് ഇവിടെ നടക്കുന്നേ. വട്ടപ്പാട്ട് അറിയാം, ചെയ്തിട്ടുണ്ട്, സംസ്ഥാന കലോത്സവത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത്. ഓക്കെ,
ഒരു 2 വരി നിങ്ങൾ 4 വരി പാടണം. ഇത് ഇവിടെ കളിക്കുന്നത് വേറെ രീതിയിലാണ്, എനിക്കറിയത്തില്ല. പണ്ടത്തെ രീതിയിൽ നമ്മൾ വേറെ രീതിയിലായിരുന്നു. വട്ടപ്പാട് പണ്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടോടാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഉദ്ദേശിച്ചത് ഈ പാട്ടിന് കളിക്കാറില്ലെന്നാ പറഞ്ഞേ. എന്നാ ശരി, വേണ്ട. അന്ന് ഒന്ന് ആ ചിരി ഒന്ന് കാണിച്ചു തരാം പ്രേക്ഷകർക്ക് വേണ്ടി. നിങ്ങൾ എന്റെ ഈ ചിരി തന്നെ പോരെ നിങ്ങൾക്ക്. ഇതിന്റെ ഫുൾ ടൈം ഹൈലൈറ്റ് തന്നെയാ ഈ ചിരി. ഓക്കെ, വേണ്ട. അപ്പൊ മിഥുന് അന്ന് ഞങ്ങൾക്കൊരു പാട്ട് പാടി തന്നല്ലോ, ആ പാട്ട് വെച്ചിട്ട് മിഥുനൊന്ന് കളിച്ചാൽ മതി. എനിക്ക് ആ ഫുൾ വരി ഓർമ്മയില്ല. വേണ്ട, 2 പേര് മതി. അതിപ്പോ വേണോ? വേണം 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 വേണം. പഴയ പോലെ ഞങ്ങൾക്ക് മൈക്ക് പിടിച്ചേരാം, മൈക്ക് പിടിച്ചേരാം. വരിയൊന്നും എനിക്ക് ആകെ ഒരു വരി അറിയാവുള്ളൂ. അന്നത്തെ ആ വരി ഒരു വരി. ആദിമാധവരായിട്ടുള്ള ആ സാധനം, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ പാട്ട് ആർക്കെങ്കിലും അറിയോ? ആദിമാധവരായി തുടങ്ങിയ മൂളിത്തരാണ്. ഇല്ല, അവർക്കറിയില്ല എന്നുള്ള സാധനം. കുഴപ്പമില്ല, മിഥുനൊന്ന് ഉറപ്പിച്ചൊന്ന് പാടി മതി. അതെനിക്ക് ഇപ്പം പിന്നീട് ദിവസം പറയുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ വട്ടപ്പാട്ടല്ല വേറെ വല്ല മത്സരത്തിന് പോയിട്ടുണ്ടാകും എന്നല്ലാണ്ട് വട്ടപ്പാട്ടിന് കലോത്സവ വേദിയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അതിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പം എന്നെ റോസ്റ്റ് ചെയ്യാൻ പിടിച്ചിരുത്തിക്കൊണ്ട് പിള്ളേരുടെ മുമ്പ് എന്നെ നാളെ കിടത്തി. അതുകൊണ്ട് അടുത്ത ആളെ പിടിച്ചിട്ട് ഞാൻ വരാം. ശരി. അപ്പൊ ഇതിന്റെ തട്ടിപ്പ് വ്യക്തമായതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ IC സ്കൂളിലെ കൊയിലാണ്ടിയിലെ ടീം എത്തിയാൽ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ, നിങ്ങളുടെ നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു അല്ലേ കാര്യം? സൂപ്പർ, ഒന്നും പറയാനില്ല. എന്തൊരു എനർജി ആയിരുന്നു അല്ലേ. ഇവൻ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ഇട്ട പോലെ അല്ലേ ഇവരുടെ എക്സ്പ്രഷൻ മാറിയതും ആ ഒരു വൈബ് അങ്ങോട്ട് മാറിക്കളഞ്ഞു. പെട്ടെന്ന് ചിരി തുടങ്ങി. മറ്റേ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാണോ? അതിന്റെ അകത്ത് നമ്മുടെ ഹരിശ്രീ അശോകന്റെ മകനല്ലേ അർജുൻ അശോകൻ, അവന്റെ ഒരു ചിരിയില്ലേ, ആ ഒരു ചിരിയായിട്ട് എവിടെയോ എനിക്കൊരു സാമ്യം തോന്നി ഈ മുഖത്ത്. അപ്പൊ എന്തായാലും നല്ലായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ മണവാളന്റെ നാണവും ഗംഭീരായിരുന്നു. ഓക്കെ, സന്തോഷായ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ വട്ടപ്പാട്ട് സംഘത്തിന്റെ പ്രകടനമാണ് കണ്ടത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അത്രയും പ്ലസന്റ് ആയിട്ടുള്ള അല്ലെ, ചിരിച്ചോണ്ട് വട്ടപ്പാട്ട് ഇത്രമാത്രം ചിരിയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഇതിനാട്ടോ, എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ